സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന വിവാദത്തിനിടെ വിമത വിഭാഗം നാളെ പള്ളികളിൽ സർക്കുലർ കത്തിക്കും. അടുത്ത മാസം 1-ാം തീയതിക്ക് മുമ്പ് ഏകീകൃത കുർബാന നിർബന്ധമാക്കണമെന്ന മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സർക്കുലറാണ് പ്രതിഷേധക്കാർ കത്തിക്കുക. അതേസമയം ഏകീകൃത കുർബാന ചർച്ച ചെയ്യാൻ ചേർന്ന സിനഡ് തീരുമാനമാകാത്തതിനെ തുടർന്ന് ബുധനാഴ്ച വരെ നീട്ടിവെച്ചു. എബിൻ ജോർജ് കൊച്ചിയിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. എബിൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം ചർച്ച ചെയ്യുവാനും നടപ്പിലാക്കുവാനും വേണ്ടി ഇന്നലെയാണ് പ്രത്യേക സിനഡ് ചേർന്നത്. പക്ഷേ ഈ സിനഡിൽ തീരുമാനമായില്ല. ഈ സിനഡ് ബുധനാഴ്ചത്തേക്ക് നീട്ടിവെക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും വിശ്വാസികൾക്കുമായി ഒരു സർക്കുലർ നൽകിയിരുന്നു. അതായത് ജൂലൈ 3-നകം ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കാത്ത വൈദികർ കത്തോലിക്ക സഭയ്ക്ക് പുറത്തു പോകുമെന്നുള്ള ഒരു അന്ത്യശാസനമായിരുന്നു ആ സർക്കുലറിലുള്ളത്. എന്നാൽ ഇത് അംഗീകരിക്കില്ല എന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം വിശ്വാസികളും വൈദികരും പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ പള്ളികളിൽ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിക്കുമെന്ന് അറിയിക്കുന്നു. ഇന്ന് അതോടൊപ്പം തന്നെ ഈ പാലാരിവട്ടം മാതാനഗർ എന്നീ ഇടവകളിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ സന്നദ്ധരായ വൈദികരെ നിയമിക്കാത്തതിൽ ബിഷപ്പ് ബോസ്കോ പുത്തൂരിന് കോടതി അലക്ഷ്യത്തിന് കാടം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ രീതിയിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം ആയി ബന്ധപ്പെട്ട വിഷയങ്ങൾ കടന്നു പോകുന്നത്. ഏതായാലും ബുധനാഴ്ച വീണ്ടും പ്രത്യേക സിനഡ് ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. താങ്ക് യു, എബിൻ ജോസ്.